ബോസ്, എന്തിനെത്ര നാറ്റം പിടിച്ച സ്പ്രേ അടിച്ചോണ്ട് വരാൻ എന്നോട് പറഞ്ഞത്? നമ്മുടെ നാറ്റം അത് തിരിച്ചറിയാൻ പാടില്ല, അതിനു വേണ്ടിയാ. ബോസ്, ഒന്ന് വലിച്ചു നോക്കി അങ്ങോട്ട് ഇങ്ങോട്ടും. തലകടം തരും, ഞാൻ നോക്കിക്കോളാം. തുറക്കാനും പറ്റത്തില്ല. പതുക്കെ, പതുക്കെ. ആ, അങ്ങനെ സുഖം ഉണ്ടായിരടാ. കൊള്ളാം. വരൂ വരൂ. പതുക്കെ പതുക്കെ പോണേ ബോസേ, പതുക്കെ പതുക്കെ. ഒച്ച വെക്കാതെ പോണം കേട്ടോ. പതുക്കെ വാ ബോസ്. എവിടെയാ ബോസ് പോന്നേ? ബോസ് ഇങ്ങോട്ട് വരാ. ഈ റൂമിലെ നായുള്ള. നായ അവിടെ ഉണ്ടോ? ഐസ്ക്രീം ഇട്. നിക്ക് നിക്ക്, തരാം തരാം. തുറക്ക്. ഇപ്പൊക്കെ തന്നെ നമുക്ക് കഴിക്കാം. ഇത് തിന്നാ നിന്റെ കാര്യം പോക്കാണ്. വേണ്ട, പിടിച്ചോ. സിംബ സിംബ സിംബ. അച്ഛാ, സിംബയെ കാണുന്നില്ല അച്ഛാ. അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, പോയി നോക്ക്. എല്ലായിടത്തും ഞാൻ തേടി നോക്കി, പക്ഷെ സിംബയെ കാണുന്നില്ല അച്ഛാ. നീ ആ പാർക്കിൽ പോയി നോക്ക്, കളിക്കാൻ വേണ്ടി വല്ലതും പോയിട്ടുണ്ടാവും. സിംബ ഞാനില്ലാതെ എവിടെയും പോകത്തില്ല. എടാ, പുറത്ത് എവിടെയെങ്കിലും പോയി നോക്ക്, അവിടെ ഉണ്ടാവും. സിംബ സിംബ സിംബ, നീ എവിടെയാ? സിംബ. സിംബ അവസാനം എവിടെയായിരുന്നു? എന്റെ കൂടെ ഉറങ്ങിക്കൊണ്ടിരുന്നേ, രാവിലെ നോക്കിയപ്പോ കാണുന്നില്ല. ശരി, വാ നിന്റെ വീട്ടിൽ പോകാം. എന്തിനാടാ? എനിക്കൊരു ഡൗട്ട് ഉണ്ട്, അത് ക്ലിയർ ചെയ്യണം. ഇതെന്തിനു കറയാ? എടാ, നീ ഇന്നലെ രാത്രി ഐസ്ക്രീം കഴിച്ചോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ഈ ഐസ്ക്രീമിന്റെ കറ വന്നു? എനിക്കറിയില്ലടാ. നിക്ക്, കണ്ടുപിടിക്കാം. എടാ, ഇവിടെ ഐസ്ക്രീമിന്റെ കറ ഉണ്ടല്ലോ. ശരിയാണല്ലോടാ. എടാ, ഈ ഐസ്ക്രീം പാത്രം എങ്ങനെ ഇവിടെ വന്നേ? അയ്യോ, എനിക്കറിഞ്ഞൂടാ. ഡാ, സിംബേനെ ആരോ തട്ടിക്കൊണ്ടുപോയി. അത് നിനക്ക് അറിയാവുന്ന ആരോ ആണ്. സിംബയ്ക്ക് ഐസ്ക്രീം ഇഷ്ടമാണെന്ന് അവർക്കറിയാം. എടാ, നായ തട. നീ നായ തരുന്നോ ഇല്ലയോ? മായ വേണോ അല്ലേ? എടാ, അവരല്ലടാ നമ്മളെ സിംബയെ കടത്തിക്കൊണ്ട് പോവാൻ നോക്കിയത്. അവരെന്റെ സിംബേനെ എന്തായിരിക്കോ ചെയ്തോണ്ടിരിക്കുന്നത്. അവരെ വെറുതെ വിടരുത്. വേഗം പോയ ലഡുവിന്റെ അച്ഛനോട് പറയാം. വാടാ. ഹലോ, ദിവ്യേച്ചി സംസാരിക്കുന്നേ. റഷ്യന്നൊരു ഡോക്ടർ വന്നിട്ടുണ്ട് കേട്ടോ. ഡോക്ടറോട് ഞാൻ സിംബയെ പറ്റി പറഞ്ഞായിരുന്നു. ഡോക്ടർ നോക്കാന്ന് പറഞ്ഞു. വൈകുന്നേരം 5 മണിക്ക് വെറ്ററിനറി ഹോസ്പിറ്റലിലേക്ക് വരും. മനസ്സിലായോ? ഓക്കെ ചേച്ചി. ഉറങ്ങിയെന്നോ തോന്നുന്നു. വാ, പോയി ജോലി നോക്കാം. ഓക്കെ ബോസ്. ഇവന്മാരാ ഈ നായ തട്ടിക്കൊണ്ടുപോയെന്ന് എങ്ങനെ പറയാൻ കഴിയും? അങ്കിൾ, അതിനിഷ്ടപ്പെട്ട ഐസ്ക്രീം കൊടുത്ത് കൂട്ടിക്കൊണ്ടുപോയതാ. അർജുന്റെ റൂമിൽ ഐസ്ക്രീമിന്റെ കര ഉണ്ടായിരുന്നു. അവരുപയോഗിച്ച ഐസ്ക്രീമിന്റെ പാത്രം ഹാളുണ്ടായിരുന്നു. ജനൽ തുറന്നു കിടക്കായിരുന്നു. ഇത്രയും തെളിവ് പോരെ? എന്നാടോ, ഈ ഫോട്ടോ എത്രയും പെട്ടെന്ന് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ചു കൊടുക്ക്. ഏതെങ്കിലും ചെക്ക് പോസ്റ്റിൽ നായം കൊണ്ട് വണ്ടി പോയാൽ ഉടനെ എന്നെ അറിയിക്കാം. ഓക്കെ സാർ. ഇനി എവിടെയാണ് അന്വേഷിക്കണേ? നമ്മൾ ഒന്നിച്ചു പോയിട്ട് ഒരു യൂസും ഇല്ല. എല്ലാരും പല ടീമായിട്ട് പിരിഞ്ഞു പോകൂ. വിവരം കിട്ടിയ ടീമിനെ അറിയിക്കൂ. ഇന്ന് സിംബ ഇല്ല, നമ്മൾ വീട്ടിൽ പോത്തില്ല. ഓക്കേ? നീ എന്നാ നോക്കുന്നേ? എടാ, നമ്മൾ സ്ഥലം നോക്കുവാടാ. എടാ, ഇവിടെ നമ്മൾ നിൽക്കുന്നേ. ഇവിടെയാണ് ലഡു ഉള്ളത്. ഇവിടെ മെയിൻ റോഡ് കഴിഞ്ഞാൽ ഫോറസ്റ്റ്. പോലീസ് അങ്കിൾ പറഞ്ഞ പോലെ ഈ രണ്ട് സൈഡിലും പോയില്ലെങ്കിൽ ഈ വഴിക്കായിരിക്കും അവര് പോയത്.